നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മെസ്സുകൾ കണ്ടിട്ടില്ലേ, വീട്ടിലെ ഊണ് അങ്ങനെ വീടുകളിലൊക്കെ കൊടുക്കുന്നത്, അതേപോലെ ഒരു വീടാണ്. ஃபுட்டு பரவாயில்ல, சூப்பராக இருக்குது. வீட்டில் செய்கிற மாதிரியே நல்லாயிருக்கு. வீட்டு சாப்பாடு மாதிரி நல்லா இருக்கு. அப்படியா? சாப்பாடு நல்லா வீட்டு சாப்பாடு மாதிரி. ഹലോ, വണക്കം തമിഴ് മക്കളെ ആൻഡ് മലയാളീസ്. സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് പൊള്ളാച്ചിയിലാണ്. ആ പൊള്ളാച്ചിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നോൺ വെജ് കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് ഹിരണി മെസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സിലാണ്. ഇവിടെ വെജും നോൺ വെജും ഉണ്ട്. നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ മെസ്സുകൾ കണ്ടിട്ടില്ലേ, വീട്ടിലെ ഊണ് അങ്ങനെ വീടുകളിലൊക്കെ കൊടുക്കുന്നത്, അതേപോലെ ഒരു വീടാണ്. വീടിൻ്റെ ഉള്ളിൽ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്ക് ഉള്ളിൽ പോകാം. ഒരുപാട് നോൺ വെജ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നല്ല തിരക്കുള്ള ഒരു ഹോട്ടലാണ്. പക്ഷേ നമ്മളിപ്പോൾ എത്തിയപ്പോൾ 2:30 ആയി. അപ്പോൾ അതുകൊണ്ട് ലേശം തിരക്ക് കുറവുണ്ട്. ഇവിടെ കൃത്യം ഒരു 12-1 മണി സമയത്തൊക്കെ ഭയങ്കര റഷ് ഏരിയയാണ്. നമ്മൾ എത്താൻ ലേശം ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡിഷുകളൊന്നും ഇവിടെ അവൈലബിൾ അല്ല. ഇപ്പം കുറച്ച് ഡിഷുകളേ ഉള്ളൂ. അതെന്തായാലും നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ പരിചയപ്പെടുത്താം. ஃபுட் எப்படி இருக்குங்க? ஃபுட்டு நல்லா இருந்துச்சுண்ணா. ஸ்திரம் நீங்க? இல்லை நான் வெளியூர்லேருந்து வந்துட்டோம். ஆனால் ஃபஸ்ட் டைம் ட்ரை பண்ணேன், நல்லா இருந்துச்சு. ஃபுட்டு பரவாயில்ல, சூப்பராக இருக்குது. வீட்டில் செய்கிற மாதிரியே நல்லாயிருக்கு. ஆமாம். உங்களோட ஃபேவரட் ஃபுட்? ஃபேவரட் ஃபுட் பிரியாணி. ஆமாம். நம்ம வீட்டில் எப்படி பண்ணுவோம், எம்டி, அதுக்கு ஒரு சைடிஷ் எடுத்துக்குவோம். அதுபோல் இதுவும் நம்மளுக்கு தகுந்த மாதிரியே இருக்குது. மட்டனில் இந்த தலைக்கறி கொத்து, நம்மளுக்கு காரம் வேண்டாம் அப்படின்னா அதுக்கு தகுந்த மாதிரி பண்ணி கொடுப்பாங்க. குழந்தைங்க அப்படின்னா குழந்தைக்கு தகுந்த மாதிரி கொடுப்பாங்க. ஃபுட்டு நல்லா இருக்குது. இன்றைக்கி தான் ஃபஸ்ட் டைம் வரும். ஃபஸ்ட் டைமா? ஃபஸ்ட் டைம் வரும். நல்லா இருக்குது. ஐட்டம்ஸ் எல்லாம் ஓகே தான், ஒன்றும் ப்ராப்ளம். சூப்பர். டேஸ்ட்டாக பண்ணுங்க. டெய்லி நீங்கள் இங்கே? இல்லை, இந்த ஃபஸ்ட் டைம். அப்படியா? சூப்பராக இருக்கா? சூப்பராக இருக்குங்க. வீட்டு சாப்பாடு மாதிரியே இருக்குங்க. நல்லா அப்படியா? ஃபஸ்ட் டைமா? ஃபஸ்ட் டைம். வீட்டு சாப்பாடு மாதிரியே நல்லா இருக்கு. அப்படியா? எப்படி இருக்கா சாப்பாடு? சாப்பாடு நல்லா வீட்டு சாப்பாடு மாதிரி. நீங்கள் இன்னும் ஃபஸ்ட் டைமா? நான் இன்னைக்கு ஃபஸ்ட் டைம். அப்படியா? അപ്പം നമ്മളിതാ ഭക്ഷണത്തിൻ്റെ മുമ്പിലാണ്. നോൺ വെജ് ഐറ്റങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് എൻ്റെ മുമ്പിൽ. ഇവിടെ മെയിനായിട്ടുള്ളത് മീൽസ്, നല്ല നോൺ വെജ് മീൽസ് ഉണ്ട്. മീൽസ് അതുപോലെ തന്നെ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ് ഇവിടുത്തെ മെയിൻ. അപ്പം നമ്മളെ മുമ്പിലിരിക്കുന്നത് ഇതാ. ആദ്യം തന്നെ നമ്മൾ മീൽസിൻ്റെ ഐറ്റംസ് പരിചയപ്പെടുത്താം. മീൽസിൻ്റെ ഇത് നല്ല മട്ടൻ കറിയാണ്. മട്ടൻ ഞാൻ ഓൾറെഡി വന്നപ്പോൾ മട്ടൻ കറിയാണ്. നല്ല നമ്മളെ കേരള സ്റ്റൈലുണ്ട്. പിന്നീട് നമുക്കറിയാലോ നമ്മളെ ചിക്കൻ പൊരിച്ച ചിക്കനാണ്. ഇത് നമ്മുടെ ബോട്ടി എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയില്ലേ, അതാണ് ഈ സാധനം കേട്ടോ. ഇത് ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് നാടൻ കോഴിയാണ്. നാട്ടുകോഴിയുടെ കറിയാണ്. നാട്ടുകോഴി. ഞാൻ മീൽസ് ഒന്നും അധികം എടുക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ നമുക്ക് കഴിക്കാൻ വയറ് ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകോഴി നല്ല, അതുപോലെ എരിവോ ഒന്നും അധികമില്ല, പക്ഷെ നല്ല കുരുമുളക് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ എൻ്റെ മുന്നിൽ പിന്നെ പറയാൻ മറന്നു, മീൻ. ഇത് മീൽസിന് കൊടുക്കുന്ന മീൻ, കുറേ മീൻ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ലേറ്റ് ആയതുകൊണ്ട് തീർന്നു, ഉള്ളത് നമുക്ക് കൊണ്ടുപോകുന്നതാണ്. പിന്നെ ബിരിയാണി ഐറ്റംസാണ്. ബിരിയാണി ഐറ്റംസിൽ ചിക്കൻ ബിരിയാണി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മട്ടൻ ബിരിയാണി ഉണ്ട്. ഇത് മട്ടൻ ബിരിയാണി. ഇത് നിങ്ങൾ കാണുമ്പോൾ ഈ പ്ലേറ്റിലല്ല കേട്ടോ ഇവർ കൊണ്ടു കൊടുക്കുക. നമ്മളിത് ഇത്രയും മതി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് ഈ ചെറിയ പ്ലേറ്റിൽ തന്നേ ഉള്ളൂ. അടിപൊളി. ഇനി നമ്മളിതെല്ലാം കഴിച്ചിട്ട് ബാക്കി പറയാം.
അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു, അടിപൊളിയാണ്. നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഒരു രക്ഷയില്ല, വയറൊക്കെ ഫുള്ളായി. അപ്പം ഇപ്പം നമ്മളിവിടെയുള്ള പാൻറ് നന്നാണ്. അണ്ണാ எவ்வளோ நாளாச்சு இந்த ஹோட்டலு? இது வந்து 3-4 வருஷம் ஆயிருக்கா? ஏதெல்லாம் நம்ம ஸ்பெஷல் ஐட்டம்ஸ்? ஸ்பெஷல் வந்து மத்தியானம் சாப்பாடு 12 மணிக்கு ஆரம்பிப்போம். மட்டன் பிரியாணி, சிக்கன் பிரியாணி, நான்வெஜ்ஜு, வெஜ்ஜு, நாட்டுக்கோழி, மட்டன் சுக்கா, மட்டன் கொத்துக்கறி, தலைக்கறி, ஈரல், குடல், சில்லி, மீன், பெப்பர் சிக்கன், உப்பு கறி, ஆம்லேட்டு, ஆஃப் ஆயில், முட்டை பொரியல் எல்லாம் கலக்கி எல்லாமே இருக்குது. அப்படியா? ஈவினிங்கில் வந்து இட்லி, தோசை, பரோட்டா, நெய் ரோஸ்ட்டு, சாதா ரோஸ்ட்டு, சாதா கம்பு தோசை, சோள தோசை, ராகி தோசை, தோசை ஐட்டம்ஸ் இருக்குது. தோசை ஐட்டம் எல்லா ஐட்டமும் இருக்குது. மார்னிங் இருக்கா? மார்னிங் ஃபுட் எல்லாம் பிரேக்ஃபாஸ்ட் இல்லை. அப்போ நம்ம ஹோட்டலில் டைம் வந்து 5 நைட்டு 10 மணி வரைக்கும். டிஃபன் 5 முதல் 10 மணி வரைக்கும். ஓகே. டிஃபன் கறி தோசை, നെയ് റോസ്റ്റ്, ആണിയൻ ഊത്തപ്പം, നെയ്യ് ഊത്തപ്പം എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ടിഫിൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 5 മണി മുതൽ 10 മണി വരെ ഉണ്ട്. പിന്നെ ലഞ്ച് 12:30 to 3 o'clock. പിന്നെ ആഫ്റ്റർ 6 o'clock ഈവനിങ് ഫുഡ്. ഈ കറക്റ്റ് അഡ്രസ്സ് അയ്യപ്പൻ വെങ്കടേശൻ കോളനി, പൊള്ളാച്ചി. അപ്പം പൊള്ളാച്ചി ടൗണിൽ തന്നെയാണ്. വളരെ അടിപൊളിയായിട്ടുള്ള ഭക്ഷണമാണ്. ഞങ്ങൾ നോൺ വെജാണ് കഴിച്ചത്. ബിരിയാണി രണ്ടും ടേസ്റ്റ് ചെയ്തു. പിന്നെ ബാക്കി ഇദ്ദേഹം പാൻഡ്യൻ അണ്ണൻ പറഞ്ഞ എല്ലാം ടേസ്റ്റ് ചെയ്തു. നല്ല ഫുഡാണ്. പൊള്ളാച്ചിയിലൊക്കെ വരികയാണെങ്കിൽ നല്ല നോൺ വെജ് മീൽസ് കഴിക്കണമെങ്കിൽ ധൈര്യമായിട്ട് വരാൻ പറ്റുന്നൊരു മെസ്സാണ് കിരണി മെസ്. അപ്പോൾ പുതിയ സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൻ്റെ ഈ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. പുതിയ ഫുഡുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ. അപ്പം ഇത് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ബൈ.